താളലയ ഭാവത്തോടു കൂടിയുള്ള ചലനങ്ങളാൽ നൃത്തം എന്ന ഭാഷയിലൂടെ സംവദിക്കുന്നവളാണ് നർത്തകി. നമസ്കാരം. നർത്തകി എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ചിട്ടയോടെയുള്ള നൃത്ത പരിശീലനവും വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന സാധനയിലൂടെയുമാണ് ഒരു നർത്തകി രൂപപ്പെട്ടു വരുന്നത്. മംഗളം ടിവിയുടെ നർത്തകി എന്ന പരിപാടിയിലൂടെ ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് പാലക്കാട്ടെ നൃത്തവും സംഗീതവും സമന്വയിക്കുന്ന കൽപ്പാത്തിയിൽ ജനിച്ച് പിന്നീട് ബാംഗ്ലൂരിൽ താമസം മാറ്റുകയും പിന്നീട് അവിടെ നിന്ന് ബേസിക്കലി ഭരതനാട്യത്തിലൂടെ നൃത്തരംഗത്ത് ചുവട് വയ്ക്കുകയും കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തരൂപമായ മോഹിനിയാട്ടത്തിൽ PhD എടുക്കുകയും 2000-ൽ പരം വേദികളിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുകയും തുടർന്ന് ഇന്ത്യക്ക് അകത്തും പുറത്തും വിദേശത്തുമെല്ലാം പര്യടനങ്ങൾ നടത്തി ഭരതനാട്യത്തിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെയും കൾച്ചർ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഡോക്ടർ രേഖ രാജു. സ്വാഗതം മാം. താങ്ക് യു. നമസ്കാരത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. താങ്ക് യു. ഈയിടെ വായിച്ചറിയണ്ടായി ഞാൻ ഈ പറഞ്ഞ പോലെ UP-ലും രാജസ്ഥാനിലും ഒക്കെ, അതായത് പല സംസ്ഥാനങ്ങളിലും പോയി വർക്ക്ഷോപ്സും പര്യടനങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ അവിടെ ബേസിക് അമ്യൂണിറ്റീസ് പോലും, അതായത് പ്രാഥമിക ആവശ്യങ്ങൾ പോലും ലഭിക്കാത്ത ഒരു എൻവയോൺമെൻറ്റിൽ ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഈ വർക്ക്ഷോപ്സ് മോഹിനിയാട്ടം അവരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമത്തെക്കുറിച്ച്, അപ്പോൾ അവർക്ക് മോഹിനിയാട്ടം എന്നത് പോയിട്ട് നൃത്തം എന്താണ് എന്നുള്ള ഒരു അറിവോ ജ്ഞാനമോ പോലും ഉണ്ടാവില്ലായിരിക്കും ആ കുട്ടികൾക്ക്. അപ്പോൾ അങ്ങനെയുള്ളവരിലേക്ക് അവർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അവർക്ക് എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? മോഹിനിയാട്ടം എന്താണ്, അതല്ല അതിനു മുമ്പ് നൃത്തം എന്താണ്, എന്തിനാണ്, ഇങ്ങനെ അത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഞാനൊരു വർക്ക്ഷോപ്പൊക്കെ ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഈ കുട്ടികളോട് ഐ മേക്ക് എ സോഷ്യൽ മെസ്സേജ് ഓൾസോ ഇൻ ദാറ്റ്. അപ്പോൾ ഞാൻ ആദ്യം തുടങ്ങുന്ന നമ്മൾ നമസ്കരിക്കൂലേ, അതിൽ തന്നെ ഞാൻ ആദ്യം തുടങ്ങും. ഇപ്പോൾ ക്ലെൻലിനെസ്. ഇപ്പം ഞങ്ങൾ ഭൂമി മാതാവിനെ തൊട്ടാണ് നമസ്കരിക്കുന്നത്. അപ്പോൾ ആ ഭൂമി മാതാ തന്നെ നിങ്ങൾ കുറേ ഇങ്ങനെ അൺഹൈജീനിക്കലി ഇത് ചെയ്താൽ പിന്നെ നമ്മൾ എന്തിനാ ഈ ഭൂമി മാതാവിനെ മദർ എർത്ത് എന്ന് പറയുന്നത്? അതാ ദ ഫസ്റ്റ് മെസ്സേജ്. അതാണ് ഫസ്റ്റ് സോഷ്യൽ മെസ്സേജ് അവർ കൊടുക്കുന്നത്. പിന്നെ അത് മാത്രമല്ലാതെ വാട്ട് ഈസ് ഡാൻസ്, നൃത്തം എന്താണ്, ഇല്ലെങ്കിൽ അക്കാഡമിക്സ് മാത്രമാണോ ഇമ്പോർട്ടൻറ്റ്, ഓർ നൃത്തം ഓൾസോ ഇസ് ഇമ്പോർട്ടൻറ്റ്? വൈ ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ്? അക്കാഡമിക്സ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു അവർക്ക്? were they totally equipped for that? ആയിരുന്നു എന്ന് പറഞ്ഞാൽ there are teachers who used to go to their house and pull the students. അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ one thing is what is ഇത് when we ആ കുട്ടികൾ നോക്കുമ്പോൾ we know that they want to learn. They want to know what it is. പക്ഷേ they are not in that ആ ഒരു സാഹചര്യത്തിലല്ല അവർ വളർന്നിരിക്കുന്നത്. So this was easy for me to make them understand that all this is a part of your Indian tradition. You are an Indian and all this is a part of your tradition and culture. Indian culture എത്ര ഡൈവേഴ്സ് ആണ്, എന്തൊക്കെയാണ് ഉള്ളത് ഇതിൽ, ആൻഡ് ഇത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും ഹെൽപ്പ് ചെയ്യുന്നത്. So all that put together was the workshop. So it was just not about dance, it was totally about personality development. അപ്പോൾ അത് എത്ര ദിവസത്തെ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് ആയിട്ടാണ് അത് കണ്ടക്ട് ചെയ്യാൻ പറ്റിയത്? 3 to 5 days ആയിരിക്കും ചിലപ്പോൾ, ഇല്ലെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് 1 or 2 hours. പിന്നെ കൂടുതൽ നമുക്ക് യു കാൺട്ട് ബർഡൻ ദ സ്റ്റുഡൻസ് ഓൾസോ അല്ലേ. സോ അങ്ങനെയായിരുന്നു അത്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അക്സെപ്റ്റൻസ് ലെവലിനെ കുറിച്ച് എങ്ങനെയായിരുന്നു? സോ they didn't want me to leave that place. അവർ പറഞ്ഞു, ദീദി हिंदी പറഞ്ഞു, दीदी आप यहाँ पे आइए और स्कूल स्टार्ट कीजिए, हम सब आएंगे सीखने के लिए. तो then I said okay. फिर आपने ऐसे किया? ഞാൻ പറഞ്ഞു ഇവിടെ എന്തായാലും it's difficult, പക്ഷേ we still can have a connect.
ഒരു അത് കണക്ട് അപ്പോൾ കണ്ടിന്യൂ ചെയ്തിരുന്നു അങ്ങനത്തെ വർക്ക്ഷോപ്സ്? ഇപ്പോൾ ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്ത് ചെയ്യുന്ന അത് ഒരു പീരിയോഡിക്കലി ചെയ്തിരുന്നോ അതോ ഇറ്റ്സ് ജസ്റ്റ് വൺ ടൈം അപ്രോച്ച് ആണ്? It's one time approach. ചിലപ്പോൾ even if we get the right amenities, definitely നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. I think there are a lot of other artists also who want to do it. പക്ഷെ we don't have the right sources and amenities. അതാണ് പ്രശ്നം. ഓക്കെ, നമ്മൾ നമ്മുടെ അക്കാഡമിക്സിലോട്ട് തിരിച്ചു പോവുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ അരങ്ങേറ്റം കഴിഞ്ഞു, ഭരതനാട്യത്തിൽ അരങ്ങേറ്റം കഴിഞ്ഞു, അത് കഴിഞ്ഞ് മോഹിനിയാട്ടത്തിലും അരങ്ങേറ്റം കഴിഞ്ഞു അല്ലേ? അരങ്ങേറ്റം പറഞ്ഞാൽ പ്രോപ്പർ ഒരു അങ്ങനെ ട്രഡീഷണൽ അരങ്ങേറ്റം എന്ന് പറയാൻ പറ്റൂല. ബട്ട് ദെൻ അരങ്ങേറ്റം ഇസ് ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ്, അങ്ങനെയല്ലേ? അത് ദാറ്റ് ഇസ് യെസ്. ഓക്കെ, പിന്നീട് അങ്ങോട്ട് അതിൻ്റെ കൂടെ തന്നെ മറ്റ് ആർട്ട് ഫോംസും നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു, അതുപോലെ തന്നെ നട്ടുവാങ്കം, മൃദംഗം, ഇതെല്ലാം. അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് എപ്പോഴാണ് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസിയിലോട്ട് പോകണം എന്നുള്ളൊരു തോട്ട് വന്നത് എങ്ങനെയാണ്? അല്ല, ഞാൻ ആദ്യം തന്നെ ഐ വാസ് എ വെരി ഗുഡ് സ്റ്റുഡൻറ്റ് ഇൻ സ്കൂൾ. ഓക്കെ, I stood state third in my CBSE. പിന്നെ when I was in my 12th, I got, I think almost 3 subjects I got like 100%. അപ്പോൾ academically I was very intrusive. അതെ. പിന്നെ അത് then that was the main intention why I started my chartered accountancy also. അപ്പോൾ അത് അപ്പോൾ സെൽഫ് ഇൻട്രസ്റ്റ് തന്നെ ആയിരുന്നു? സെൽഫ് ഇൻട്രസ്റ്റ് തന്നെ ആയിരുന്നു, യെസ്. അക്കൗണ്ട്സുകളുടെ ഒരു ഡിഫറെൻ്റ് ഒരു ഇൻട്രസ്റ്റ്. അപ്പോൾ അത് തുടങ്ങി. ആൻഡ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞു. ആൻഡ് ദെൻ ആർട്ടിക്കിൾഷിപ്പ് ആവുമ്പോൾ ആണ് then is when I felt that dance is what I want to do full time. Okay. അപ്പോൾ then I said no, see what happens അല്ലേ, നമുക്ക് ഇങ്ങനെ 2 things ആവുമ്പോൾ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട്. രണ്ടും കൊണ്ട് നടക്കുന്നത് ഇറ്റ്സ് വെരി വെരി ഹാർഡ്, ഡൈല്യൂട്ടഡ് ആയി പോകും. ഇതും നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റൂല, ഇതും ചെയ്യാൻ പറ്റൂല. അപ്പോൾ then is when I decided that this is what I need to do. Okay. അപ്പോൾ as everybody says, they said, oh, what is wrong with you? I mean, CA to dance, what a transformation. പക്ഷേ my parents were the ones who said, just follow your heart. Okay. So I just followed my heart. പിന്നീട് അവിടെ നിന്ന് MBA-ലേക്ക് എത്തിയത് എങ്ങനെയായിരുന്നു? അത് the thing is, when I was doing my masters in performing arts, അപ്പോൾ I said no, എനിക്ക് I think I'm like very near to academics. എനിക്ക് പഠിത്തം is like, I think it's like one of my other drug അങ്ങനെ ആയിരിക്കും. അപ്പോൾ when I was doing my masters in performing arts, just ഒരു തോന്നലേ ഉള്ളൂ. Then I said, ഞാൻ ചോദിച്ചു പിന്നെ, then can we do 2 post graduations at a time? അപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ പെർഫോമിംഗ് ആർട്സ് ഐ വാസ് ഇൻ എ റെഗുലർ കോളേജ്. സോ ദെൻ മൈ പ്രൊഫസർ സെഡ്, മാസ്റ്റേഴ്സ് ഇൻ പെർഫോമിംഗ് ആർട്സ് എവിടെയായിരുന്നു? ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ. സോ മൈ പ്രൊഫസർ സെഡ് യു ക്യാൻ ടേക്ക് എ ഡിസ്റ്റന്റ് കോഴ്സ് ഇൻ MBA. അപ്പോൾ I took that as a distant course and this as a regular course, and I did both together in the same year. Okay, I finished. So both my exams also were almost like, I used to finish my MBA exam in the morning, attend my performing arts exam in the afternoon. So അത് പാരലലി കൊണ്ടുപോകാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു? Because already നമ്മുടെ MBA ഫൈനാൻസും അക്കൗണ്ട്സ് ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഓൾറെഡി ലൈക്ക് ഐ എം ഗുഡ് അറ്റ് അക്കൗണ്ട്സ്, ഐ എം ഗുഡ് അറ്റ് ഫൈനാൻസ്, ഐ ബീൻ ഡൂയിങ് ദാറ്റ് ഫോർ സോ മെനി ഇയേഴ്സ്. അപ്പോൾ അപ്പോൾ ഇത് എങ്ങനെയാണ് ആ ഒരു ഡാൻസിന്റെ ഒരു ലേണിംഗിൽ ഹാസ് ഇറ്റ് ഹെൽപ്ഡ് യു അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം, ഓർ ഡിഡ് ഇറ്റ് പ്രൊവൈഡ് എനി മീനിങ് ടു യുവർ ഡാൻസിങ് കരിയർ? മീനിങ് എന്ന് പറയാൻ പറ്റൂല, ബട്ട് ദെൻ ആഡ് ഓൺ ആയിരുന്നോ? ആഡ് ഓൺ ഐ തിങ്ക് എന്താ വെച്ചാൽ ദേ സേ അല്ലേ, നമ്മൾ the more we are educated, the more confident and the more outlook changes in life. അപ്പോൾ I think that is one of the strongest base. അത് മാത്രമല്ലാതെ when I was doing my PhD and when I was doing my masters in performing arts also, I think because of the knowledge that I've already gained, it's easier for me to relate to whatever things I'm writing and doing. പിന്നെ കണക്ക് is in dance also അല്ലേ, so it's interrelated. അതെ, ഓക്കെ. MBA
MBA കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയാണ് PhD-യിലേക്ക് വരുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ ടോപ്പിക് എങ്ങനെയാണ് ചൂസ് ചെയ്തത്? അതിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഫ്രം യുവർ ഗുരുസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? Sheila Sridhar ma'am, she was like, she said concentrate more on Mohiniyattam, of course, because of course Bharatanatyam there are a lot of people who have already done. Mohiniyattam very few people have done a doctoral thesis. Pinne Janardhanan sir was the one who told me that make it more communicative. Okay. Make it more communicative. Make your thesis also value so much that practically എത്ര ഇൻക്ലൈൻഡ് ആയിരിക്കുമോ അങ്ങനെ ചെയ്താൽ മാത്രമാണ് യുവർ തീസീസ് വിൽ ഹാവ് വാല്യൂ. ഓക്കെ. അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ദി നെയിം സേക്ക് ചെയ്തു എന്നുള്ള പേര് വരുന്നുള്ളൂ. 60 pages of thesis വെറുതെ ഇങ്ങനെ എഴുതി അതെ അതെ. അപ്പോൾ പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ യു വിൽ സ്റ്റാർട്ട് വർക്കിംഗ് ടുവേർഡ്സ് ദ പ്രാക്ടിക്കാലിറ്റി ഓഫ് ദ ആർട്ട് ഫോം. ഓക്കെ. അപ്പോൾ അതാണ് ഞാൻ കൂടുതൽ ചെയ്തത്. ഓക്കെ. പിന്നീട് എപ്പോഴാണ് അപ്പോൾ ഒരു സ്ഥാപനം തുടങ്ങണം അല്ലെങ്കിൽ ഞാൻ പഠിച്ചതും എനിക്ക് ലഭിച്ച അറിവുകളും ജ്ഞാനവും പകർന്നു നൽകാൻ ഉള്ള ഒരു പ്രാപ്തി എനിക്ക് ആയി എന്നുള്ളൊരു തിരിച്ചറിവ് ലഭിച്ചത് എപ്പോഴാണ്? അങ്ങനെ ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ഇതിന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഐ സ്റ്റിൽ ഹാവ് ടു ലേൺ എ ലോട്ട്. ബട്ട് വാട്ട് എവർ ഐ ഹാവ് ലേൺഡ് അത് നമുക്ക് ഷെയർ ചെയ്യാമല്ലോ. Okay. So when I was like 16, I think I started my academy. Yes, Nrityadama Temple of Fine Arts. And അതിൻ്റെ അപ്പോൾ ബട്ട് നമ്മുടെ കർണാടകയിൽ ജൂനിയർ സീനിയർ വിദ്വത് കോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രൊഫഷൻസി കോഴ്സസ്. അപ്പോൾ ഞാൻ ആ പ്രൊഫഷൻസി കോഴ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഡാൻസ് ഒരു അക്കാഡമി തുടങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ധ്യേയം. സോ ദാറ്റ് ഇസ് വാട്ട് ഐ ഡിഡ്. ഐ ഫിനിഷ് മൈ പ്രൊഫഷൻസി കോഴ്സ് ഇൻ ഏപ്രിൽ ആൻഡ് ഞാൻ ജൂണിൽ ഐ സ്റ്റാർട്ടഡ് മൈ അക്കാഡമി. ഓക്കെ. സോ അപ്പോൾ തന്നെ ഓൾറെഡി പ്ലാൻ ഉണ്ടായിരുന്നു? പ്ലാൻ ഉണ്ടായിരുന്നു, യെസ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഐ വാണ്ടഡ് ലോട്ട് ഓഫ് പീപ്പിൾ ടു ലേൺ ദി ആർട്ട് ഫോം. അതെ അതെ അതെ. അപ്പോൾ ദെൻ ഐ സെഡ് ദാറ്റ് ഇസ് ദ റൈറ്റ് ടൈം. ഓക്കെ. ആൻഡ് മൈ ഗുരൂസ് ഓൾസോ സെഡ് ദാറ്റ് ഞാൻ താമസിക്കുന്ന ഏരിയ ഈസ് ദോ ഇറ്റ് ഈസ് ലൈക്ക് എ സിറ്റി, പക്ഷേ ഇനി കൂടുതൽ കുറച്ച് അകത്ത് പോയാൽ ദ ലോട്ട് ഓഫ് what is this villages, outskirts കുറേ outskirts, yes, a lot of villages. അവിടെ ഒരിക്കലും I don't think any of the artists even will go and even perform also. അങ്ങനത്തെ ഒരു സ്റ്റേജിലാവുമ്പോൾ ഇവിടെ ഒരു ഡാൻസ് ക്ലാസ് പറഞ്ഞാൽ I think lot of people could reach it. അതെ അതെ അതെ. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അപ്പോൾ മോഹിനിയാട്ടം എന്നുള്ള നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് മോഹിനിയാട്ടം നമുക്കറിയാം. എങ്കിൽ പോലും നമുക്ക് ഒരു ഡാൻസേഴ്സിൻ്റെ ഒരു റേഷ്യോ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഭരതനാട്യത്തിനെ അപേക്ഷിച്ച് മോഹിനിയാട്ടത്തിൻ്റെ പെർഫോമേഴ്സിൻ്റെ റേഷ്യോ വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ബേസിക്കലി ഇത്രയും വളർന്നിട്ടും കല വളർന്നിട്ടും പല രീതിയിലുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ടും ഈ ഒരു റേഷ്യോൻ്റെ ഇത് വരുന്നത് എന്തുകൊണ്ടായിരിക്കും? റേഷ്യോ വൺ തിങ് ഞാൻ പറയാം, ഭരതനാട്യം ഇസ് മോർ പോപ്പുലർ. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അത്. മേ ബി പീപ്പിൾ ഹു വർക്ക് ടുവേർഡ്സ് ദി ആർട്ട് ഫോം ആർ മോർ എക്സ്പ്ലോറിങ്. ഓക്കെ. ചിലപ്പോൾ മോഹിനിയാട്ടത്തിൽ അങ്ങനെ ആയി വരുന്ന സാധ്യത കുറവാണ്. രണ്ടാമത്തെ ഐ തിങ്ക് ദ ബാരിയർ ഓഫ് ലാംഗ്വേജ്. ഓക്കെ. could be ഭാഷയുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് അതല്ലേ? ബാരിയർ ഓഫ് ലാംഗ്വേജ്, ബാരിയർ ഓഫ് ഇപ്പോൾ വി നോ ദാറ്റ് വി യൂസ് മുദ്രാസ് വിച്ച് ആർ വെരി ഡിഫറെൻറ്റ് ഫ്രം അഭിനയ ദർപ്പണാലേ. അപ്പോൾ ചിലപ്പോൾ അത് ആയിരിക്കും, അങ്ങനെയും ആയിരിക്കാം സാധ്യത ഉണ്ട്. വൺ ഓഫ് ദി പോസിബിലിറ്റീസ്. Yes. Okay. And then one more is main thing is I would say the speed of the art form. അതെ അതെ, വളരെ സ്ലോ ആണ്. ഭരതനാട്യം ഹാസ് ആർ വിളംബം, മധ്യമം ആൻഡ് ദ്രുതം. പക്ഷെ മോഹിനിയാട്ടത്തിൽ വിളംബം ആൻഡ് മധ്യമം മാത്രമേ ഉള്ളൂ. നോബഡി ഹാസ് സെഡ് ദ്രുതം ചെയ്യാൻ പാടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മുടെ മൂവ്മെന്റ് ഓഫ് ദ ബോഡി സർക്കുലർ ആയതുകൊണ്ട് നമ്മൾ ആ തേർഡ് സ്പീഡിൽ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഒരു ലിമിറ്റഡ് സ്പേസിലും ലിമിറ്റഡ് സ്പീഡിലും ലിമിറ്റഡ് നമ്പർ ഓഫ് അടവുകളും ആണല്ലോ. സോ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പീപ്പിൾ വോണ്ട് ടു സീ ഫാസ്റ്റ് തിങ്സ്.
And it's a what is this? It's like it's the time of fast food and the fast things, fast life. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അത്. അത് ആ രീതിയിൽ നിന്നൊരു മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ? അതായത് നമ്മൾ ഫാസ്റ്റായിട്ട് ഉള്ളത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ കുറച്ച് കമ്പാരിറ്റീവ്ലി സ്ലോവർ ആയിട്ടുള്ളത് കൊണ്ട് മാത്രം നമുക്ക് മോഹിനിയാട്ടത്തിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് കേരളത്തിനകത്തോ പുറത്തോ വിദേശത്തോ അത് എത്തുന്നില്ല എന്ന് കാണുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ വിപുലീകരിക്കാം? എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് ഇതിന് ലഭിച്ചാൽ ഇതിനെ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും? കാരണം ഇത്രയും മഹത്തായ ഒരു കലാരൂപമാണ്, നമുക്കറിയാം. മോഹിനിയാട്ടം പോലെ അത്രയും ഗ്രേസ്ഫുൾ ആയിട്ടും അത്രയും ഭംഗിയുള്ള ഒരു ഡാൻസ് ഫോം ആയിട്ട് പോലും ഇതിനെ എങ്ങനെ നമുക്ക് വിപുലീകരിച്ച് എടുക്കാം എന്നാണ്. എന്ത് മെഷേഴ്സ് ആയിരിക്കും നമുക്കിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ആ ഒരു ആസ്പെക്റ്റിലായാലും? വാട്ട് ഡു യു ഫീൽ അബൌട്ട് ഇറ്റ്? First of all, I think our government should have a lot of support system to this art form. Okay. Not that they're not supporting. ഇല്ലെങ്കിൽ അവർ ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ ഇനി കുറച്ചു പോലും റിസർച്ച് സെൻറ്റേഴ്സും ആൻഡ് മോഹിനിയാട്ടം ചെയ്യുന്നവർ അല്ലെങ്കിൽ പ്രാക്ടീഷണേഴ്സ് ഓഫ് മോഹിനിയാട്ടം അവർക്ക് കൂടുതൽ അവസരങ്ങളും ആൻഡ് പ്രൊഫഷണൽ ആക്ടിവിറ്റീസും അങ്ങനെയൊക്കെ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് that this art form will go a little higher than where it is now. Okay. And adu matralla, the other thing is art has no language. ഞാൻ അപ്പോഴേ പറഞ്ഞു. Yes. But then so what we need to do is നമ്മുടെ ട്രഡീഷൻ ഒരിക്കലും വിടരുത്, ബട്ട് മറ്റേ ഭാഷയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രാൻസിറ്റ് ചെയ്യുന്നത് തെറ്റൊന്നുമല്ല. യു ക്യാൻ മേക്ക് എൻ അറ്റംപ്റ്റ് ടു ഡു ഇറ്റ്. അത് അങ്ങനെ അറ്റംപ്റ്റ് ചെയ്താൽ പീപ്പിൾ വിൽ അണ്ടർസ്റ്റാൻഡ് മോർ ആൻഡ് വിൽ വോണ്ട് ടു വാച്ച് ആൻഡ് ലേൺ ഇറ്റ് മോർ. പഠിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്, അറിഞ്ഞ് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഭാഷയുടെ കാര്യം പറഞ്ഞു, ഭാഷ ഒരു ലിമിറ്റേഷൻ ആയിരിക്കാം എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണോ കന്നഡയിലുള്ള ചില കവികളുടെ കൃതികൾ എടുത്ത് മോഹിനിയാട്ടം കോമ്പോസിഷൻസ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ ഇത് ആ ഒരു ഭാഷ ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ടാണോ അങ്ങനെ ഒരു ഇതിൽ പോയത്? അതോ അല്ലെങ്കിൽ കർണാടകയിലുള്ള ഓഡിയൻസ് ലെവലിന് കുറച്ചും കൂടി റീച്ച് കിട്ടുന്നത് ആ ഒരു അങ്ങനെയുള്ള സെലക്റ്റഡ് കൃതീസ് ആകുമ്പോഴായിരിക്കുമോ? സെക്കൻഡ് പാർട്ട് ഇസ് കറക്റ്റ്. എന്താ അറിയോ, ഞാൻ ഫസ്റ്റ് ടൈം ഒരു മോഹിനിയാട്ടം വർക്ക്ഷോപ്പ് ഉണ്ട്. വെൻ ഐ വെൻറ്റ് ഇൻ ടു ഇറ്റ്സ് കോൾഡ് സുചിത്ര ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ അവിടെ they had a week-long lecture demonstration and workshops of different art forms. Okay. അപ്പോൾ മോഹിനിയാട്ടത്തിന് thankfully they called me. And ഞാൻ പോയപ്പോൾ when I was interacting with the people before the thing, I heard them saying that, we don't understand മോഹിനിയാട്ടം, so we don't want to sit. Okay. അവർ അങ്ങനെയാണ് പറഞ്ഞത്. ഓക്കെ. സോ ദാറ്റ് ആക്ച്വലി ഹിറ്റ് മീ. ഐ സെഡ്, ഓ മൈ ഗോഡ്, ഓക്കെ, അത് ശരിയല്ലല്ലോ. അപ്പോൾ പിന്നെ ആൻഡ് വൺ മോർ തിങ് ഇസ്, നിങ്ങൾ when you're dancing, you're only talking about your own language and things like that, and you don't cater to needs of the other people. അങ്ങനെയൊക്കെ പറയുമ്പോൾ, of course, my roots are from Kerala, so I will definitely not say. ഞാൻ പറഞ്ഞു അങ്ങനെയല്ല. You'll just sit through this one hour, first 1 hour. If you feel that you still, this is what you get from it, you can walk out. അങ്ങനെ ഞാൻ പറഞ്ഞു. So that 1 hour, the first 1 hour, I made sure that I relate to those people in their own language, which is very, very important. And thankfully, I had my singer also. And I made him sing a Kannada song. And I did the Sanchari Bhavam for the Kannada song, and explained to them in Kannada. And made sure that this ingeneyum cheyyam or possibilities explore ചെയ്ത് കാണിക്കാം, ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയാണ്. ദിസ് ഇസ് ദി ആക്ച്വൽ ആർട്ട് ഫോം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദിസ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല, ഒരു ലിമിറ്റേഷൻ ഇല്ല ലാംഗ്വേജിന് ഇല്ല. സോ ദാറ്റ് വാസ് ദ മെയിൻ ഇന്റൻഷൻ വൈ ഐ ടുക്ക് Kannada kritis or Kannada poetries and included it in my thesis also.
അപ്പോൾ ഇതുപോലെ NGOസുമായിട്ട് അസോസിയേഷൻ ഉണ്ടല്ലോ. ഇപ്പോൾ ഫ്രീഡം ഫൗണ്ടേഷൻ നമുക്കറിയാം HIV ബാധിതരായിട്ട് അബാൻഡൻഡ് ആയിട്ടുള്ളവർക്ക് ഉള്ള ഒരു റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്. അതുപോലെ തന്നെ ക്രിസ്റ്റൽ ഹൗസ് എന്ന് പറയുന്ന ചൈൽഡ് കെയർ ഹോമാണ്. സോ ഇങ്ങനെയുള്ള NGOസുമായിട്ടുള്ള അസോസിയേഷൻ അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? അത് ഐ തിങ്ക് ദാറ്റ് ഇസ് കം ഫ്രം മൈ ഫാദർ. ഞാൻ പറഞ്ഞില്ലേ, മൈ ഫാദർ അതൊരു ടഫ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെയാണോ? അല്ല, ടഫ് ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, മൈ ഫാദർ ഇസ് ഓൾവേസ് ബിൻ ഒരു ഭയങ്കരമായിട്ട് ഒരു കമ്പാഷനറ്റ് പേഴ്സൺ ആണ് അപ്പ. ഓക്കെ. അപ്പോൾ ഫ്രം ദെയർ ഇസ് വെയർ ഐ ഗെറ്റ് ദിസ്. ആൻഡ് അത് മാത്രമല്ല, ഞങ്ങൾ സ്കൂളിലായാലും കോളേജിലായാലും വി ഹാഡ് എ സ്പെഷ്യൽ ആർ കോൾഡ് social hour or something it was called. I'm not very sure of it. Appo then appo thotte we used to go to these orphanages, handicapped schools. Then I think maybe our idayirikkum that I'm more connected to these kind of things. Okay. appo avarku when I'm teaching them, avarku padipikkunna I think that is the most blissful time, because we know maybe I think I've taught more than like 20 kids, and out of 20 kids almost 10 kids they're not living now. Okay. We know that also. I mean, I know that for the fact that is what is going to be. Going to happen, yes, ade. Appo that is very very heartbreaking. നമുക്ക് because ആ ഒരു കുട്ടികളായിരിക്കും more thing. എനിക്ക് ഓർമ്മയുണ്ട്, there was one girl called Deepthi and one more girl called Nafisa. ഏത് ഏജ് ഗ്രൂപ്പിലാണ് ഈ കുട്ടികളൊക്കെ? they are from age group of 8 to 15. അപ്പോൾ അവർ when the teachers approached me, അവർ പറയുന്നത് that these kids will be there for another 2 years. അങ്ങനെ ആ ഒരു ഇതിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ when we know, and those 2 kids were so brilliant. അവർ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അവർക്കും അറിയാമായിരുന്നു അവരുടെ ടൈം ലൈൻ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവര് അറിയിക്കില്ല എന്തായാലും. ബട്ട് ആ ഒരു സഡൻലി വെൻ ദേ ആർ നോട്ട് ദേർ, ആ ഒരു എംപ്റ്റിനെസ് ഉണ്ടല്ലോ, അത് ഇറ്റ്സ് വെരി തിങ്. അപ്പോൾ ആ ഒരു ഹാർട്ടനിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് തന്നെ വീണ്ടും അങ്ങനെയുള്ള ഒരു എഫേർട്ട് എടുക്കാനായിട്ടുള്ളൊരു പെയിൻ ഉണ്ടാകുമല്ലോ. ആ പെയിനുമായിട്ട് ഫൈറ്റ് ചെയ്ത് എങ്ങനെ പോകുന്നു വീണ്ടും? അത് ഐ തിങ്ക് ഡാൻസ് ആണ് അതിൽ ആ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ഡാൻസ്. ബിക്കോസ് നമ്മൾ ഒരു ഇമോഷണൽ ഇംബാലൻസ്, ഹ്യൂമൻസ് ആർ ഇമോഷണലി ഇംബാലൻസ്ഡ് ഡെഫിനറ്റ്ലി. പക്ഷെ ആ ഒരു ബാലൻസ്, ആ ഒരു ഈക്വലിബ്രിയം കൊണ്ടുവരേണ്ടത് ഡെഫിനറ്റ്ലി ഡാൻസ് ആണ്. അപ്പോൾ അതിനൊരു ടൈം ബൈ ചെയ്യാറുണ്ടോ? അതായത് ഇങ്ങനെ ഒരു ഇപ്പോൾ പറഞ്ഞ മാതിരി നമ്മളെ വിട്ടുപോയ ചില കുട്ടികളുണ്ട്, ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നവർ നാളെ നമ്മളെ വിട്ടുപോകും. അപ്പോൾ അതിൽ നിന്നൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ടൈം എടുത്ത ശേഷം തന്നെയാണോ വീണ്ടും അതുപോലെ തന്നെയുള്ള അടുത്ത സ്റ്റെപ്സിലോട്ട് പോകുന്നത്? നത്തിങ്, അത് ഇങ്ങനെ ജസ്റ്റ് കണ്ടിന്യൂസ്. ബിക്കോസ് physically maybe അവരില്ല എന്ന് നമുക്ക് തോന്നുന്നു, ബട്ട് വി നോ ദാറ്റ് ദീസ് പീപ്പിൾ, വി ഹാവ് ടോട്ട് ദീസ് പീപ്പിൾ. അവർ ആ ഒരു മൊമെന്റ് അവർ ആസ്വദിച്ച് അവർ പ്രാക്ടീസ് ചെയ്ത് അവർ പ്രസന്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലെറ്റ്സ് തിങ്ക് അബൌട്ട് ദി പോസിറ്റിവിറ്റീസ് അല്ലേ? അതെ അതെ, അത് മൈൻഡിൽ വെച്ചാൽ മതിയല്ല. ഓക്കെ, കമ്മിങ് ബാക്ക് ടു നമ്മുടെ മോഹിനിയാട്ടത്തിൻ്റെ ഒരു ട്രാൻസിഷനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്ത് തുടങ്ങിയതാണ് മോഹിനിയാട്ടത്തിൻ്റെ ഒരു ഉണർവ്. അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ തന്നെയാണ് ഇന്നും നമ്മൾ വർണ്ണങ്ങളായും തില്ലാനകളായിട്ടൊക്കെ അവതരിപ്പിച്ചു വരുന്നത്. എത്ര തന്നെ അതിൽ മാറ്റങ്ങൾ വന്നാലും അത് അവതരിപ്പിക്കുന്നതിൻ്റെ ഇത് വരില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കാലത്തിന് അതിനുശേഷം ഒരു നാച്ചുറലി ഒരു ഡിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഭാരതി ശിവജി പോലെയുള്ളവർ അതിനെ വീണ്ടും പ്രസിദ്ധി ആർജിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം പിന്നെ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കേരളത്തിൻ്റെ തനത് നൃത്തരൂപം ആയ മോഹിനിയാട്ടം കേരളത്തിൻ്റെ അകത്ത് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും അറിയപ്പെട്ട് വരുന്നുണ്ട്. പിന്നീട് ഇത് സ്ത്രീകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു കലാരൂപമാണ്. ബിക്കോസ് അതിൽ മെയിൻലി കുറച്ച് ഫെമിനൈൻ ആയിട്ടുള്ള അപ്രോച്ചാണ്. ലാസ്യം കൂടുതൽ വേണം, മെയ് വഴക്കം വേണം. അപ്പോൾ അങ്ങനെയുള്ളത്. അപ്പം മറ്റുള്ള ആർട്ട് ഫോംസിന്, ഡാൻസ് ഫോംസിന് പുരുഷന്മാർക്കുള്ള ഒരു പാർട്ടിസിപ്പൻസ് മോഹിനിയാട്ടത്തിൽ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം ഇന്ത്യക്കകത്തെന്നല്ല വിദേശത്താണെങ്കിൽ പോലും പുരുഷന്മാർ മോഹിനിയാട്ടം ആസ്വദിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മികച്ച രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രാൻസിഷനെ എന്താണ് നമ്മളിത് ഒരു മോഹിനിയാട്ടത്തിന്റെ ഒരു നല്ലൊരു പോസിറ്റീവ് കർവ് ആയിട്ട് തന്നെയാണല്ലോ ഇതിനെ കാണേണ്ടത്. ഡെഫിനറ്റ്ലി ആർട്ട് ഈസ് ഫോർ എവ്രിബഡി അല്ലേ?
ഇപ്പം അത് നമ്മൾ ഇങ്ങനെ ഇവർക്ക് മാത്രമാണ് ഒതുക്കി വെച്ചിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഇവർക്ക് മാത്രം ഒതുക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. വി ഹാവ് ടു എക്സ്പ്ലോർ, വി ഹാവ് ടു ഇനിഷ്യേറ്റ് ലോട്ട് ഓഫ് തിങ്സ് ടു അതേഴ്സ്. അത് ആണാവട്ടെ അല്ലെങ്കിൽ പെണ്ണാവട്ടെ, ഇഫ് ദാറ്റ് പേഴ്സൺ ഇസ് ഇൻക്ലൈൻ ടു ആർട്ട്, ഐ തിങ്ക് ദേ ഹാവ് ടു ലേൺ ദി ആർട്ട് ആൻഡ് ദേ ഹാവ് ടു ഡു ഇറ്റ്. ആൻഡ് നമ്മൾ കാണുന്നവരും I think, as you said, male dancers are doing extremely well. Extremely. Do you have any male disciple? No, unfortunately, not okay. ഓക്കെ, അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്കറിയാവുന്ന ചില അവാർഡ്സ് ലഭിച്ചിട്ടുള്ളത് ഇപ്പോൾ ഭാരത് കലാചാറിൻ്റെ യുവകലാഭാരതി, പിന്നെ അതുപോലെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ എൻട്രി, അതുപോലെ അങ്ങനെ ഒരു സെറ്റ് ഓഫ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ അവാർഡ്സ് ആണ്, അതായത് നമ്മളിപ്പോൾ ഇന്ത്യക്കകത്തായാലും പുറത്തായാലും ഏത് രീതിയിലുള്ള റെക്കഗ്നീഷൻസ് ഒക്കെയാണ് ലഭിച്ചിട്ടുള്ളത്? ചില അവാർഡ്സ് നമുക്ക് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില റെക്കഗ്നീഷൻസ് നമുക്ക് ഇതെൻ്റെ ഓസ്കാറിന് തുല്യമാണ് എനിക്കിപ്പോൾ കിട്ടിയ ഈ ഒരു റെക്കഗ്നീഷൻ എന്ന് നമുക്ക് തോന്നും. അത് ചിലപ്പോൾ ഒരു ഫിസിക്കൽ അവാർഡോ ആയിരിക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചോളം ഐ തിങ്ക് അവാർഡ്സ് ആർ നോട്ട് ഇമ്പോർട്ടൻറ്റ്. യുനോ, the best reward you can ever get is the appreciation of the audience. അപ്പോൾ താങ്ക്ഫുള്ളി എനിക്ക് അങ്ങനത്തെ കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട് where I've even got a standing ovation for my performance. അപ്പോൾ അതിനെക്കാട്ടിലും വലിയ ഓസ്കർ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് ദ ബെസ്റ്റ്. ആൻഡ് ബട്ട് ICCRന്റെ കലായോഗി ഐ ഹാവ് റിസീവ്ഡ് ദാറ്റ്. പിന്നെ നമ്മുടെ കർണാടക ഗവൺമെൻറ്റിൻ്റെ യുവകലാപ്രതിഭ അവാർഡ് കിട്ടിയിട്ടുണ്ട്. സോ ദീസ് ആർ സം അവാർഡ്സ് വിച്ച് ഡെഫിനറ്റ്ലി ആർ ഇമ്പോർട്ടൻറ്റ്. പക്ഷേ അതിനെക്കാട്ടിലും more important I think is the reward from the audience. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു പോയിന്റിൽ ഗുരുവിൻ്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നു. ആ ഒരു ഗുരുവിൽ ഉഷ ദത്താർ മാമിൻ്റെ അവിടെ നിന്നാണ് ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കരിയർ ലഭിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥാനത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ, തിരിഞ്ഞൊരു നോട്ടം നോക്കുകയാണെങ്കിൽ, ഈ നമ്മളെ അന്ന് തിരസ്കരിച്ച ഗുരുക്കന്മാരെ വീണ്ടും കാണാനിടയാകുകയോ അങ്ങനെ എന്തെങ്കിലും സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഹൗ ഡു യു ഫീൽ യുവർ സെൽഫ്? അല്ല, ഗുരു ഇസ് ഗുരു അല്ലേ. whatever they have done to me is outcasted. Guru is guru. They have taught me, and our respect എപ്പോഴും ഉണ്ടാവും whatever happens. And I think even to my other students or other students who are learning dance also, I think that is the message. Guru is a guru whatever happens. You know, നമുക്ക് ചിലപ്പോൾ മേ ബി വി ആർ നമ്മുടെ ലക്ക്, നമ്മുടെ മിസ്ഫോർച്യൂൺ ആയിരിക്കും ചില സമയങ്ങളിൽ certain things happen. But respect the guru at any point. തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഡെഫിനറ്റ്ലി ഒരു ബെറ്റർ കരിയറിലേക്ക് തന്നെ ആയിരുന്നു ലീഡ് ചെയ്തത് എന്ന് വിശ്വസിക്കുന്നുണ്ടാവും. ഡെഫിനറ്റ്ലി അതൊരു ചാലഞ്ചായി തന്നെയാണ് എടുത്തിട്ടുണ്ട്. ആ ചാലഞ്ച് എടുത്ത ശേഷമാണ് ഞാൻ I started working hard towards academics and my non-academics also. അപ്പോൾ ഇപ്പം ഒരുപാട് ഇതുപോലെ നൃത്യധാമ ഉണ്ട്, പിന്നെ അതുപോലെ ഫെസ്റ്റിവൽസ് ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഖജുറാഹോ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽസ് ഉണ്ട്, സൂര്യ ഫെസ്റ്റിവൽസ്, അങ്ങനെ ഒരുപാട് ഫെസ്റ്റിവൽസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇതിലെല്ലാം എങ്ങനെയാണ് ഒരു ഫാമിലിയുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ടും ഈ ഒരു ഡാൻസ് കൊണ്ടുപോകാനുള്ള സപ്പോർട്ട് എങ്ങനെയാണ്? Whether it is Gauri International Festival or നമ്മുടെ ഖജുറാഹോ ഫെസ്റ്റിവൽ ഓർ കൊനാർക്ക് ഫെസ്റ്റിവൽ ഓർ ഡൽഹി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ, ഈ ഒരു ഫെസ്റ്റിവൽസ് എല്ലാം ഐ തിങ്ക് ദേ ആർ മോർ ലൈക്ക് ഫാമിലി ടു മീ. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. ആൻഡ് ദെൻ മോർ ഓവർ അമ്മ ഈസ് ഓൾവേസ് വിത്ത് മീ ഇൻ വെറെവർ ഐ ഗോ. എവിടെ ഒരു ഷാഡോ, I think I am her shadow. അതാണ് ഞാൻ പറയുന്നത്. So these are one of the main festivals, and I think now as you know that Gauri Creations they are doing a lot to propagate Mohiniyattam, and I'm happy that I'm one of their members as well. And since they are propagating it's good for me also, because I also get to do my achievements in it. Okay. And family support, I think without family I don't think any artist is there. Okay. It was very nice talking to you. ഈ ഒരു തിരക്കുള്ള ജീവിതത്തിൽ നിന്ന് കുറച്ച് സമയം നർത്തകിലേക്കും നമുക്കായിട്ടും മാറ്റിവെച്ചതിന് വളരെ വളരെ നന്ദി.
ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ രേഖ രാജുവാണ്. 2010 വേദികളിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കുകയും കേരളത്തിന്റെ തനത് ലാസ്യ നൃത്തരൂപമായ മോഹിനിയാട്ടം ഇന്ത്യക്കകത്തും പുറത്തും പര്യടനങ്ങൾ നടത്തി അതിന്റെ സാധ്യതകളെ വിപുലീകരിച്ചു കാണിക്കുകയും ചെയ്ത ഡോക്ടർ രേഖ രാജു. അടുത്ത ആഴ്ച മറ്റൊരു നർത്തകിയുടെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.